ആക്രമിക്കുന്ന ഒരു പ്രധാന കീടമാണ് തടതുരപ്പൻ പുഴു എന്ന് പറയുന്നത്. 5 മുതൽ 6 മാസം വരെ പ്രായമുള്ള വാഴകളിലാണ് ഈ തടതുരപ്പൻ പുഴുക്കൾ ആക്രമിച്ച് തുടങ്ങുന്നത്. ഇത് ആക്രമിക്കുന്നതിലൂടെ തട പൂർണ്ണമായിട്ടും ഇത് കാർന്നു തിന്നുകയും വാഴയ്ക്ക് സർവനാശം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് കാരണം കർഷകർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫലപ്രദമായ രീതിയിൽ നമുക്ക് തടതുരപ്പൻ പുഴുക്കളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വാഴത്തടക്കെണിയാണ്. അപ്പോൾ എങ്ങനെയാണ് വാഴത്തടക്കെണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വാഴത്തടക്കെണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വാഴത്തടയാണ്. വാഴത്തട ഏകദേശം ഒരു 1/2 മീറ്റർ നീളത്തിലുള്ളതാണ് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വേറെ രോഗങ്ങളോ മറ്റ് കീടങ്ങളോ ആക്രമിക്കാത്ത വാഴത്തട വേണം എടുക്കാൻ. കുല എടുത്തതിന് ശേഷമുള്ളത് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇതുകൂടാതെ നമുക്ക് വേണ്ടത് ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന മിത്രകുമിളാണ്. ഇത് വാഴയിൽ ആക്രമിക്കുന്ന തടപ്പുഴുവിന് രോഗങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിവുള്ള മിത്രകുമിളാണ്. തടപ്പുഴുവിന് മാത്രമല്ല, നമ്മുടെ പച്ചക്കറി വിളകളെ ആക്രമിക്കുന്ന ഇലതീനി പുഴുക്കൾക്കും വണ്ടുകൾക്കും എതിരെ ഫലപ്രദമായ ഒന്നാണ് ബിവേറിയ ബാസിയാന. ഇത് നമുക്ക് കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിലും അതുപോലെ എക്കോ ഷോപ്പുകളിൽ നിന്നും ലഭ്യമാണ്. ഇത്രയും സാധനങ്ങളാണ് വാഴത്തടക്കണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ബിവേറിയ ബാസിയാന എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ചെറിയ ഒരു പേസ്റ്റ് രൂപത്തിൽ ഇതിനെ ആക്കിയെടുക്കുക. ഇവിടെ നമ്മൾ 1/2 മീറ്ററോളം നീളമുള്ള വാഴത്തട എടുത്തിട്ടുണ്ട്. ഇതിനെ ആദ്യം നമുക്ക് നെടുകെ പിളർന്ന് 2 കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പം നമ്മൾ വാഴത്തട 2 കഷ്ണങ്ങളായിട്ട് നെടുകെ മുറിച്ചിട്ടുണ്ട്. ഇതിലൊന്നിലേക്ക് നമ്മൾ ബിവേറിയ പേസ്റ്റ് രൂപത്തിലാക്കിയത് തേച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു വശത്ത് നമ്മൾ ബിവേറിയ ബാസിയാന തേച്ചിട്ടുണ്ട്. മറുഭാഗം ഇതിൻ്റെ മുകളിലേക്ക് കമഴ്ത്തി വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. ഇത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായി അമർന്നു പോകാനായിട്ട് പാടില്ല. ഈ പുഴുക്കൾക്ക്, അതായത് വണ്ടുകൾക്ക് ഇതിനകത്തേക്ക് കയറാനായിട്ട് ചെറിയൊരു വിടവ് വേണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 2 ചെറിയ കഷ്ണം കമ്പ് ഇടയിൽ വെച്ചതിന് ശേഷം കെട്ടാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിവിടെ വാഴത്തടക്കെണി തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതിൽ ഈ വാഴത്തടയിൽ ആകർഷിച്ചെത്തുന്ന വണ്ടുകൾ ഇതിലേക്ക് കയറുകയും ഇതിൽ നമ്മൾ പുരട്ടിയിരിക്കുന്ന ബിവേറിയ ഇതിൻ്റെ പുറംതോടുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ അതിന് രോഗം ഉണ്ടാവുകയും അങ്ങനെ അത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് 40 വാഴയ്ക്ക് 1 കെണി എന്ന രീതിയിൽ നമ്മുടെ കൃഷിസ്ഥലത്ത് നിലത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് ശ്രദ്ധിക്കുക. ഇതിൽ കീടങ്ങൾ വന്നതിന് ശേഷം ഇത് അതുപോലെ എടുത്തുകൊണ്ടുപോയി നമ്മൾ നശിപ്പിച്ച് കളയേണ്ടതാണ്. കൃത്യമായ ഇടവേളകളിൽ പുതിയ കെണികൾ വയ്ക്കാനും ശ്രദ്ധിക്കുക.